ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 മെയ് മാസ ഫലമാണ്. മെയ് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മകരം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. അത് ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന 2.25 നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത്. ഈ രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വ്യാഴമൊക്കെ രാശി മാറിയിരിക്കുന്ന സന്ദർഭമാണ്. രാശ്യാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്നു. ഏഴരശനിയൊക്കെ തീർന്നിട്ടില്ല. പൊതുവെ ഭാഗ്യസ്ഥാനത്തേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത്. വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു എങ്കിലും മെയ് മാസത്തിൽ ഇപ്പോൾ വ്യാഴത്തിന് മൗഢ്യമുണ്ട്. അതായത് പൂർണ്ണമായ പ്രവർത്തനശേഷി ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് ഈ മെയ് മാസത്തിൽ കാണുക. അത് കൂടുതൽ ബലം വെച്ച് വരുന്നതേയുള്ളൂ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം. അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. എന്നിരുന്നാലും കഫസംബന്ധമായിട്ടൊക്കെ അസുഖങ്ങൾ വരാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. അധിക സാഹസികത പാടില്ല. സംസാരമൊക്കെ വളരെ നിയന്ത്രിക്കുക. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനീയരിൽ നിന്നുമൊക്കെ സഹായം ലഭിക്കും. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടും നല്ല ഒരു സന്ദർഭമാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്കും അത് ബാധകമാണ്. കൂടാതെ അധിക കടം ബാധ്യതകളൊന്നും സൂചകമല്ല. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ ഈ മെയ് മാസത്തിൽ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ദാമ്പത്യ ജീവിതം അനുകൂലമാണ്. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങൾ പങ്കെടുക്കുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുകയോ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട്. മാതാപിതാക്കൾക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ല ഒരു കാലമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ സൂചകമാണ്. ഇപ്പോൾ ശരിയാകും എന്ന് പറഞ്ഞിരുന്ന ചില പേപ്പറുകളൊക്കെ തടസ്സങ്ങൾ മൂലം നീണ്ടുപോകുന്ന ഒരു സന്ദർഭമുണ്ടാകാം. നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഭാസ്ഥാനം, അധ്യാപകർക്ക് അതുപോലെ തന്നെ കലയുമായി ബന്ധപ്പെട്ട ആവാന്തര വിഭാഗങ്ങൾ അനവധിയാണ്. ഏത് തൊഴിലിലും ശോഭിക്കണമെങ്കിൽ അതിന് ഒരു കലാപരമായ ഒരു കാര്യങ്ങൾ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു പാചകം ചെയ്യുന്ന അവസരത്തിലായാലും വസ്ത്ര നിർമ്മാണ രംഗത്തായാലും മറ്റ് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും അങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞാൽ തീരുകയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തന രംഗങ്ങൾ, തൊഴിൽ രംഗങ്ങൾ, കലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. കലയുടെ കാരകനും ഭാഗ്യാധിപനും കൂടിയായ രാജയോഗകാരകനായ ശുക്രൻ മൗഢ്യത്തിലാണ് ഈ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു. അത് വളരെ ജാഗ്രത പാലിക്കുക. ഒരു ബ്യൂട്ടി പാരൽ നടത്തുന്നവർക്കും ഒക്കെ അത് ബാധകമാണ്. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, വിജയങ്ങൾ വന്നു ചെയ്യും. കാർഷിക രംഗത്തായാലും മെഡിക്കൽ രംഗത്തായാലും IT മേഖലകളിലായാലും ഒക്കെ അത് നന്നായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഭക്ഷണ കാര്യങ്ങളും മെഡിസിൻ്റെ കാര്യങ്ങളും ഒക്കെ ജാഗ്രത പാലിക്കുക.
ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണറകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. അധിക കഷ്ടനഷ്ടങ്ങളൊക്കെ ഉള്ളവർ ജ്യോതിഷ കാര്യങ്ങൾ അത് ജാതകം നോക്കുന്നത് ഉത്തമമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നത്. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.